ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് സാധാരണ പോലെയല്ല. ഇതിൽ കുക്കിംഗ് ഇല്ല, റെസിപ്പീസ് ഇല്ല, ഒന്നുമില്ല. പക്ഷേങ്കിൽ ആസ് എ കോണ്ടൻറ്റ് ക്രിയേറ്റർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോയതാണ്, അപ്പോൾ അതിൻ്റെ റീസണും കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. ഇന്നില്ലേ നമ്മൾ എൻ്റെ വീട്ടിൽ മുന്നിലത്തെ സൈഡിൽ ആദ്യമായിട്ട് റംബൂട്ടാനുണ്ടായി. ആദ്യമായിട്ടുണ്ടായതാണ്. അത് പറിക്കാൻ പോല കുറച്ചെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ടേനു. പിന്നെ കുറേ കിളിയെല്ലാം കൊണ്ടുപോയി തോന്നി. ഇപ്പോൾ ആകെ ആടെ 2-3 ബാക്കിയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ബാക്കിയും കൊണ്ടുപോകുന്നതിന് മുന്നേ പറിച്ചെടുക്കാൻ പോല. എവിടെ വേറെ പച്ചയല്ല, വേറെ പഴുത്തയില്ലേന്ന് ചോദിക്കും. മോടിച്ചേർന്ന ഒന്ന് മോർക്കട്ടെ. ഇത് ഈ ഫംഗസ് പുറത്തുണ്ടോ, ഉള്ളിലുണ്ടാവില്ല? വേറെ പച്ച ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാട്ടാ ചെറിയ ഇത് ഇനി ബിഗായിട്ട് പഴുത്ത് വരണം. പിന്നെ ഇതെന്താ അതിന്റെ വണ്ണം നോക്ക്, മാഷാഅല്ലാ. അത് ഫുള്ളൊക്കെ കൂടിയതാ, കുഞ്ഞു കുഞ്ഞൊക്കെ കൂടിയതാ. അത് കുറേ ഉണ്ടാവും. അതിന്റെ മുകളിലുണ്ട്, നോക്കിക്കേ. ഇതുണ്ടാ ഇതുണ്ടാ അല് വീഴല്ലേ. നമുക്കില്ലേ പഴുത്തത് 3 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ പച്ച കുറേ ഉണ്ട്, അതിലെത്ര കിട്ടുമെന്ന് അറിയില്ല. ആ പഴുത്തൻ്റെ ആ ഒരു കൊലയിൽ ആദ്യം കുറേ ഉണ്ടായിരുന്നു, പക്ഷെ 3 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്നാലോ പപ്പായ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറിക്കറ് കേട്ടാ. ഇതിനി വലുതായിട്ട് യെല്ലോ കളർ ആവണം. കറി വെക്കാം. ഇവിടെ വെക്ക്. ഉമ്മാമ കാണണ്ട മോളെ. നീ തൊട്ടപാട് കൈമിൽ വന്ന് സാരിയില്ല, കൊറേ ഉണ്ടല്ലോ. പൊളിച്ചോ. ഇതിങ്ങനെ പ്രസ് ചെയ്യും. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോ പ്രസ് ചെയ്ത് തരാം. ഭയങ്കര സ്വീറ്റ്. നമ്മളെ കളി എക്സൈറ്റ്മെൻ്റ് എല്ലാം കണ്ടെങ്കിൽ വിചാരിക്കും നമ്മൾ ഇതുവരെ റംബൂട്ടാൻ കണ്ടിട്ടില്ല എന്ന്. പക്ഷേങ്കിലില്ലേ നമ്മളെ വീട്ടിൽ ഇത് കുഴിച്ചിട്ടിട്ട് 3 വർഷമായി. ഉപ്പ കുഴിച്ചിട്ടതേനെ ആദ്യമായിട്ടുണ്ടാകുന്ന. അപ്പോൾ ആദ്യമായിട്ട് എന്തുണ്ടാവുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, അതിന് മധുരം ഉണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നെല്ലാം അറിയാൻ. അങ്ങനെ 3 കിട്ടിയിട്ടുള്ളത് നമ്മളെല്ലാവരും കൂടി ഷെയർ ആക്കിയിട്ട് കഴിച്ച്. പിന്നെ എന്താ പറയുക, ഇത് ഭയങ്കര നമുക്ക് നമ്മളെ വീട്ടിൽ വേണമെന്ന് വിചാരിച്ചൊരു ഫ്രൂട്ടേനു ഇത്. ഓ ഓ ഓ ഓ ഓ അല്ലോ അല്ലോ പഞ്ചസാര ഇല്ലിട്ടുണ നമ്മള് തന്നെ അല്ല. അങ്ങനെ ഒന്ന് അവിടെ പിച്ചുവിനെല്ലാം കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
എന്നിട്ട് ഞാനില്ലേ ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ഉള്ളിലെ പണികളൊന്നും തീർന്നിട്ടില്ല കേട്ടോ, അടിച്ചു വരലൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ ഞാൻ വിചാരിച്ചു കാന്താരി പറിക്കാമെന്ന്. കുറേ ആയി നമ്മളെല്ലാ വീടിൻ്റെ എല്ലാ സൈഡിലും കാന്താരി ഉണ്ട്. പിന്നെ ഇല്ലേ നമ്മളെ മുറ്റത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ എന്താ പറയുക, ഈ മതിലുണ്ടാവില്ലേ, മതിലിനെല്ലാം പെയിൻ്റ് അടിക്കണം, എന്നാലേ നല്ല വൃത്തി ഉണ്ടാവും. കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാലൊന്ന് വീഡിയോയിൽ കാണിക്കണമെന്ന്. നമ്മൾ മറ്റേ ആർട്ടിഫിഷ്യൽ ഗ്രാസ്സാണ് വെച്ചത്. അത് വെച്ചാൽ അടിച്ചു വരാനെല്ലാം ബുദ്ധിമുട്ടാണെന്നെല്ലാം പറയുന്നത് കേട്ടാണ്. പക്ഷെങ്കിൽ എല്ലാവരുടെയും കാണുമ്പോൾ നമുക്കൊരു പൂതി ഉണ്ടാവില്ലേ, ആഗ്രഹം. അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചതാണ്. നമ്മളെ 4 സൈഡിലും ഈ സ്റ്റോൺ ഇട്ടണം കേട്ടോ. പിന്നെ നല്ല രസമുണ്ട്, ഇപ്പം നല്ല വൃത്തിയായി. നമ്മളെ പഴയ ഇതില്ലേ ഇൻ്റർലോക്ക് ഭയങ്കര മോശമായിരുന്നു, ഭയങ്കര എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റായിരുന്നു. എന്നിട്ട് നമ്മളിത് മാറ്റിയ. ഇനിയിപ്പോൾ നമ്മളെ മതിലിനെല്ലാം കുറച്ച് വൃത്തിയാക്കി പെയിൻ്റെല്ലാം അടിച്ചാൽ നല്ല വൃത്തി ഉണ്ടാവും. ഇപ്പം കാണാൻ വലിയ രസമൊന്നുമില്ല, മതിലിനെല്ലാം മറ്റേ പൂപ്പലെല്ലാം പിടിച്ചിന്. അതും കൂടി ശരിയാക്കണം ഇൻഷാ അല്ലാ. എന്നിട്ട് നമുക്ക് മറ്റേ ഗാർഡനിങ് എല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കലാത്തിയ പ്ലാന്റെല്ലാം നടുമല്ലേ, അങ്ങനെയെല്ലാം നടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പുതിയ വീട്ടിലെല്ലാം കാണുമല്ലേ, അതുപോലെ നമുക്ക് എല്ലാവരുടെയും ചെയ്യാമല്ലോ, കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞാൽ നമുക്ക് തന്നെ പോയി വാങ്ങിയിട്ട് നമുക്ക് തന്നെ നടാമെന്നെല്ലാം പറഞ്ഞു നമ്മൾ, ഇൻഷാ അല്ലാ. പിന്നെ ഇന്ന് മഴയൊന്നുമില്ല. ഇടയ്ക്ക് നല്ല മഴയെല്ലാം പെയ്യുമ്പോൾ നമുക്ക് മുറ്റത്തിറങ്ങാനോ ഒന്നിനും പറ്റൂലേ. പക്ഷേ ഇതിപ്പോൾ വീക്കെൻഡും ആണ്, പിന്നെ മഴയും ഇല്ല. അപ്പോൾ കുട്ടിക്ക് പിന്നെ വെയിലും ഇല്ല. നല്ല ചൂടുണ്ടാവും വെയിലില്ലാത്ത ദിവസം. പക്ഷെങ്കിൽ മഴയും വെയിലും ഇല്ലെങ്കിൽ പുറത്തിറങ്ങാനെല്ലാം നല്ലതല്ലേ. അങ്ങനെ ഇവർ ഫുൾ ടൈം പുറത്ത് തന്നെ ആയിരിക്കും കേട്ടോ, കളിക്കുന്നെല്ലാം ഉണ്ടാവാൻ. അപ്പം ഞാനിപ്പോൾ കാന്താരി പറിക്കാൻ പോകല. ഇത് കുറേ കാന്താരി ഉണ്ട് കേട്ടോ. ഇപ്പം ഞാനില്ലേ എൻ്റെ വീടിൻ്റെ ഈ സൈഡില്ലേ, ഈ സൈഡിലും ആ സൈഡിലെ ആടെയും കുറേ ഉണ്ട്. പിന്നെ ഈ സൈഡിലും കുറേ കാന്താരി ഉണ്ട്. പിന്നെ ഏറ്റവും ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കാണാത്ത സംഭവമാണ്. ഇതാണ് ബാക്കിലെ ഒരു സൈഡ് കേട്ടോ. പിന്നെ ഏറ്റവും ബാക്കിൽ മറ്റേ അടുപ്പലിലുള്ള സൈഡ് നിങ്ങൾ കാണലുണ്ട്. അതല്ലാണ്ട് അതിൻ്റെ അപ്പുറത്ത് എന്താ പറയുക, പുതിയൊരു തറ വന്നിട്ടുണ്ട്. എൻ്റെ ഇക്കാക്കാക്ക് മീൻസ് എൻ്റെ ബ്രദറിനും അമ്മായിക്കും വേണ്ടിയിട്ട് വീടെടുക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ ബാക്കിലാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ അപ്പുറം റോഡുണ്ട്, അതിൻ്റെ അപ്പുറത്തും എൻ്റെ വീടിൻ്റെ മുന്നിലത്തെ പോലെ തന്നെ ടാറിട്ട റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വരിക എൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ടാണ്, പക്ഷെ അവരെ ഫ്രണ്ടിലും നോർമൽ റോഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവർ തറ കെട്ടിയിട്ടുണ്ടായിരുന്നു ഞാനില്ലാത്ത സമയത്തേനു കേട്ടോ, നമ്മളെ വീടിൻ്റെ തൊട്ട് തന്നെ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇവർ ഇൻഷാ അല്ലാ ഇവിടെ ആയിരിക്കും വീടെടുക്കുക. ഞാൻ ഇതിങ്ങനെ കാണിക്കണം, എനിക്ക് കാണിച്ചു തരണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്തായാലും വിചാരിക്കും അതെന്താ അമ്മേൻ്റെ സൈഡിൽ എടുക്കാത്തതെന്നെല്ലാം വിചാരിക്കും. അവരെ തീരുമാനം ഇവിടെ എടുക്കാനാണ്. പിന്നെ നമ്മൾ ഇക്കാൻ്റെ വീടിൻ്റെ ഭാഗത്ത് എടുക്കാമെന്ന് തീരുമാനിച്ച പോലെ തന്നെ അവർ രണ്ടാളും കൂടി തീരുമാനിച്ചായിരിക്കും ഇവിടെ എടുക്കാമെന്നുള്ളത്. പിന്നെ ഇവിടെ നമ്മളെ അലക്കുകല്ലെല്ലാം ആദ്യം ഇടേനു കേട്ടോ നമ്മളെ. പിന്നെ അതെല്ലാം പൊളിച്ച് മാറ്റി ഇവിടെ കുറേ മരമെല്ലാം ഉണ്ടേനു. എനിക്കിവിടെ കുറേ മെമ്മറീസ് ഉണ്ടേനു. പക്ഷേ ഇപ്രാവശ്യം വന്നേരം അതെല്ലാം മുറിച്ചിട്ട് കണ്ടേരം മഞ്ചാടി കുരുവിൻ്റെ മരമെല്ലാം ഉണ്ടേനു, എല്ലാം മുറിച്ചിട്ട് കണ്ടുവരും എന്തോലും ഉണ്ടേനു. പക്ഷേ ഇവർ വീടെടുക്കുന്നതെന്ന് പറയുമ്പോൾ സന്തോഷം. അങ്ങനെ ഇപ്പം എല്ലാം മരങ്ങളെല്ലാം പോയി, കുറേ മരങ്ങളെല്ലാം പോയി ഇവിടെ. പക്ഷേ ഇപ്പം നല്ല വെയിലാണ് കേട്ടോ. ഇത് സ്ട്രോങ് ടീ അല്ല, പപ്പായ ട്രീ വേഗം പോയി പോവും, ചെരിഞ്ഞു പോവും. ക്ലൈംബ് ചെയ്തോ? നിന്നെ എടുക്കാൻ പറ്റുമോ ആ ട്രീക്ക്? ചെയ്തോ, നിന്നെക്കാളും സ്ട്രോങ്ങാ. പറ്റും ആ, ഇത് ഓളെക്കാളും സ്ട്രോങ്ങാ. നിന്നെ പറ്റുമോന്നറിയൂലേ? അന്നെ പറ്റൂല. ആ പറ്റൂ, ഷെയ്ക്കാനെല്ലാം പറ്റും. ഒരു മരയില്ലേനോടാ, ഓ പേരക്ക ഇതിന്റെ മേലെ ഞാൻ കയറലുണ്ട്. അതെല്ലാം മുറിച്ചിട്ടല്ലേ. നമുക്കിവിടെ പേരക്ക മരം ഉണ്ടേനു, പിന്നെ കുറേ വേറെ എന്തെല്ലോ ചെടികളെല്ലാം ഉണ്ടേനു, പിന്നെ നെല്ലിക്ക മരം എല്ലാം ഉണ്ടേനു. പക്ഷെങ്കിൽ എല്ലാം പോയി. ഇവിടെ ഇപ്പം നല്ല വെയിൽ. ഇങ്ങോട്ടേക്കൊന്നും ഞാൻ നടന്നിട്ട് വരലേ ഇല്ല. പക്ഷെങ്കിൽ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് മരങ്ങൾ സൈഡിലായിട്ട് അവിടെ ബാക്കിയെല്ലാം ഉണ്ട്. ഇതാണ് അവരെ ഫ്രണ്ട് സൈഡ് കേട്ടോ. ഇടിയാന്ന് മുറ്റെല്ലാം വരിക. പക്ഷേ ഇപ്പം തറ കെട്ടിയാൽ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പിന്നെ
പിന്നെ ഇന്നും ആലും മദ്രസയിൽ പഠിക്കുന്നില്ലേന്ന് കുറച്ച് പേര് ഇങ്ങനെ ഞാൻ സ്കൂളിൽ പോകുന്നതല്ലേ കാണിക്കുന്നുള്ളൂ, മദ്രസയിൽ പോകുന്നത് കാണിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ആളെല്ലാം ചോദിച്ചിട്ടുണ്ടേനു. ഇവരെ സ്കൂളിൽ തന്നെ മദ്രസ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് മദ്രസയിൽ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്കൂളിൽ മദ്രസ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇന്നു മറ്റേ ഹിജാബെല്ലാം എടുത്തിട്ട് ബാഗിലിട്ടിട്ട് കൊണ്ടുപോകലുണ്ട്, അതാ കാണാത്തത്. ഇപ്പോൾ സ്കൂളിൽ ഒരു പീരീഡ് മദ്രസയായിട്ടാണ് വരിക. ഫസ്റ്റ് സ്കൂളിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 10:30 തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു പീരീഡ് മദ്രസയായിട്ട് വരും. അങ്ങനെ അപ്പോൾ മദ്രസയ്ക്ക് സെപ്പറേറ്റ് ടൈം ടേബിളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നല്ലതാണ്, സെപ്പറേറ്റ് അയക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ കോഴിയുണ്ട് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം വന്നിട്ട് മുറ്റത്തിറങ്ങി അങ്ങനെ വീഡിയോസൊന്നും ഷെയർ ആക്കിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് കോഴിയുണ്ട്. പിന്നെ അത് എപ്പോഴും ഉണ്ടാവും കേട്ടോ നമ്മളിവിടെ. കാരണം എന്തെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പെറ്റിനെ നമ്മൾ എന്തെങ്കിലും അങ്ങനെ വളർത്തണമെന്ന് പറയും, അത് നല്ലതാണെന്ന് പറയും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡിൻ്റെ വേസ്റ്റെല്ലാം വരുമ്പോൾ നമുക്ക് അത് ചാടുന്നതെന്നുള്ള സങ്കടം നമുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചോറ് എന്തെങ്കിലും ബാക്കി വരുമ്പോൾ ആ കോഴിക്ക് കൊടുക്കാമല്ലോ എന്നുള്ള സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റിൽ കളയുമ്പോൾ ഫുഡ് വേസ്റ്റ് എന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടാവുമല്ലോ. ഇതാകുമ്പോൾ അങ്ങനെയില്ല. പിന്നെ ഇതാണ് എൻ്റെ വീടിൻ്റെ കൂട. കൂടാന്ന് പറഞ്ഞാൽ നമ്മൾ വിറകെല്ലാം ഇടാൻ യൂസ് ആക്കൂലേ, ആ ടൈപ്പ് കൂട, അതിന് നമ്മൾ അങ്ങനെ പറയാം. പിന്നെ ഇനിയിപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ കാന്താരി കാണുന്നത് എല്ലാ സൈഡിലും ഉണ്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു അതെല്ലാം പറിച്ചിട്ട് ഉപ്പിലിട്ട് വെക്കാമെന്ന്. എനിക്ക് കാന്താരി ഉപ്പിലിട്ടാൽ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റല്ല അതിന്. സാധാരണ സുർക്കി ഉപ്പിട്ടിട്ട് ഉപ്പിലിട്ട് വെക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ നടക്കല. ഞാൻ പുറത്തിറങ്ങി നടക്കുന്നത് ഇന്നൂനും ആലോനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്നൂൻ്റെ സൈക്കിളുണ്ട് അവിടെ. അപ്പോൾ അതിന് മറ്റേ കാറ്റെല്ലാം അടിച്ചു കൊടുക്കണം. ആലുവിനൊരു സൈക്കിൾ വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിന്. പിന്നെ ഓളെ പഴയ 3 ടയറുള്ള സൈക്കിൾ അവൾ ഓടിക്കുന്നത്. പിന്നെ നമ്മൾ അലക്കുകല്ലില്ലേ നമ്മളെ മുറ്റത്ത് തന്നെ ആക്കി. നമ്മൾ ആ ഇക്കാക്ക തറ കെട്ടിയ സ്ഥലത്തേനും നമ്മൾ അലക്കുകല്ലെല്ലാം കുറച്ച് ദൂരേനു. അപ്പോൾ അതെല്ലാം മാറ്റി. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ വന്ന് നോക്കുമ്പോൾ നമ്മളെ മുറ്റത്തിനെല്ലാം എന്തെല്ലാം മാറ്റമുണ്ട്. പിന്നെ അലക്കല്ലിൻ്റെ സൈഡിലും ഒരു കാന്താരി മരമുണ്ട്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൊടിച്ച് വരുമല്ലേ. പിന്നെ അധികം ഇങ്ങനെ പഴുത്തിട്ട് കളയും. ചില സമയത്ത് കാന്താരി ചില ഫുഡിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലേ. ഉപ്പിലിട്ട് വെച്ചാൽ അത് കളയണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് എടുക്കല. കാന്താരി എടുക്കുന്ന അതിൻ്റെ ചെടിയല്ലേ ഇവർ പറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്ത് മെല്ലെ നുള്ളി എടുക്കണം എന്നുള്ള. പിന്നെ വേറെ കഴിഞ്ഞ കമൻറ്റ് ബോക്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിനേനു. എന്തെല്ലോ ഇങ്ങനെ ഇന്നുൻ്റെ മദ്രസൻ്റെ കാര്യം, ഇവരെ മദ്രസൻ്റെ കാര്യം. പിന്നെ അങ്ങനെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും അടുത്ത വീഡിയോയിൽ റിപ്ലൈ ചെയ്യണമെന്ന്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാൻ ഇട്ട ഫുൾ ഗ്രീൻ കളർ ഡ്രസ്സ് എല്ലാം കുറേ ആൾക്ക് ഇഷ്ടമായിന്. ഇൻഷാ അല്ലാ ഞാൻ അടുത്ത വ്ളോഗിൽ അതെനിക്ക് എക്സോട്ടിക് ഹിജാബ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്ന കുറച്ച് ഡ്രസ്സാണ്, ഒരു 4-5 ഡ്രസ്സുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ എല്ലാം അടുത്ത വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാട്ടോ. ഈ വ്ളോഗിൽ കാണിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. വേണമെങ്കിൽ ഞാൻ ഈ വ്ളോഗിലും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്തോ. പിന്നെ ഞാൻ അങ്ക് അയച്ചെന്ന ഡ്രസ്സെല്ലാം ഇൻഷാ അല്ലാ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം. പിന്നെ അവർക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ പറിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഉപ്പിലിടണം. ഞാൻ ഇപ്പം തന്നെ ഉപ്പിലിടുന്ന കാണിക്കാമെന്ന് വിചാരിച്ചാൽ അന്നേരം മനസ്സിലായ സുർക്കയില്ലാന്ന്. ഞാൻ നമ്മൾ സുർക്ക കഴിഞ്ഞിട്ട് തന്നെയുള്ളൂ. ഉമ്മ അച്ചാറിട്ടിട്ടുണ്ടേനും, അങ്ങനെ അച്ചാറിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ യൂസാക്കി. പിന്നെ ആലുവിൻ്റെ ചെറുതിലുള്ള സൈക്കിളായതേ, ഓൾക്ക് സൈക്കിളില്ലാത്തതുകൊണ്ട് നാട്ടിൽ ഒന്നും ഉണ്ടാവില്ല നമുക്കങ്ങനെ. ഇന്നുവിന് എപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം വന്നേരം വാങ്ങിയതാണ്. ഇൻഷാ അല്ലാ ആലുവിനൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കണം. ഇനിയിപ്പോൾ ഞാനില്ലേ റെഡി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകലാം. ഹോസ്പിറ്റലിൽ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാനിത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചില്ല, ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചേനു പോകണമെന്ന്. പക്ഷെ എനിക്ക് തോന്നി ഞാനിത് നിങ്ങളോട് പറഞ്ഞു തരണമെന്ന്. കാരണം ചില സംഭവങ്ങൾ പറയുന്നതും നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഞാൻ ഈ അബായ ഞാൻ എപ്പോഴും യൂസാക്കുന്ന അബായ തന്നെയാണ്. എനിക്ക് എന്നെ കണ്ടിട്ട് തന്നെ ചിരി വരുന്നത്. എനിക്ക് പക്ഷേ ഇങ്ങനത്തെ ട്രഞ്ച് കോട്ട് അല്ലെങ്കിൽ കോട്ട് ബ്ലേസർ സ്റ്റൈൽ അബായ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആദ്യമെല്ലാം എൻ്റെ അടുത്ത് ഉണ്ടേനു, അതെല്ലാം ഞാൻ ആർക്കെല്ലോ കൊടുത്ത്. പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതെന്നെ ഇട്ടിട്ട് എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നു. പക്ഷെ കുഴപ്പമില്ല. ഞാൻ ഉമ്മാനെയും കൂട്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇന്നും ആലും അവിടെ ഉണ്ട്. ഈ ഹോസ്പിറ്റലിൽ പോകുന്നത് ഒരു കണ്ടന്റ് ആക്കണോ എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതല്ലല്ലേ ഞാൻ പറഞ്ഞു തരണ്ടേ. അപ്പോൾ ഇല്ലേ ഞാൻ എന്തിനാണ് പോകുന്നതെന്നറിയാം. പിന്നെ ഒരു കാര്യം, എൻ്റെ ഫോളോവേഴ്സിൽ കൂടുതലും ലേഡീസ്, ടീനേജ് ഗേൾസ് അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഒരു 15+ ഉള്ളവരും 20+ ഉള്ളവരും 30+ ഉള്ളവരും എല്ലാവരും കാണുക. അന്നേരം
ഇങ്ങനത്തെ എല്ലാം കാര്യം ഞാൻ ഷെയർ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇല്ലേ എൻ്റെ പ്രശ്നം എന്താണെന്നറിയാം, ഞാൻ എപ്പോഴും പറയുന്നില്ലേ എൻ്റെ മുഖക്കുരു മീൻസ് ആക്നെ വിരലേ ഇല്ലേനു. അത് ഞാൻ എപ്പോഴും പറയുന്നത്. എൻ്റെ സ്കിന്ന് നല്ല സ്കിന്നേനു, ഫേസിൻ്റെ സ്കിന്ന് ഭയങ്കര നല്ലതേനു, ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇങ്ങനെ ഇവിടെയല്ലേ ഇപ്പം നല്ല സ്മൂത്താണ്, അതേപോലെ തന്നെയാണ് എൻ്റെ ഫുൾ ഫേസ്. പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് മെയിനായിട്ട് എനിക്ക് തുടങ്ങിയ ഈ പ്രശ്നം എനിക്ക് തോന്നുന്നത്, നമ്മൾ ലാസ്റ്റ് നോമ്പ് പെരുന്നാളില്ലേനാ, നോമ്പ് പെരുന്നാളിന് ഞാനത് വീഡിയോയിൽ പറയുകയും ചെയ്തേനെ, നമ്മൾ ഒരു ബീച്ച് റിസോർട്ടേനും എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം കുറേ സമയം ബീച്ചിലെല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് നോക്കുമ്പോൾ കുഞ്ഞു ബംസ് നിറച്ച് മുഖത്തുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടില്ലേനാ, ഉലുവയെല്ലാം ഇങ്ങനെ കുഞ്ഞു കുരുക്കളായിട്ട് ഉലുവ പേസ്റ്റ് ആക്കിയിട്ട് തേച്ചിട്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. 1-2 ദിവസം നല്ലേനു. പിന്നെ എൻ്റെ ഇവിടുത്തെ ഉള്ളതെല്ലാം പോയിട്ട് ഈ നമ്മളെ ചീക്ക് ടു ജോ ലൈൻ ആ ഒരു സ്ഥലത്ത് ഫുൾ ഇപ്പോൾ കുഞ്ഞു കുരുവാ. ഞാൻ അതിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ക്യാമറയിൽ കാണുമോ നോക്കിയതാണ്, പക്ഷേ ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾ നല്ലതായിട്ടാണ് കാണിക്കുക, ഇതത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഞാനിപ്പോൾ ഒരു ഫോട്ടോ കൊടുക്കുക. ഭയങ്കര ഇടങ്ങാറായ സ്കിന്ന് പോലെയുള്ള ഭയങ്കര ടെക്സ്ചേർഡായിട്ട് മൊത്തത്തിൽ എന്തെല്ലാം ഓപ്പൺ പോഴ്സും മൊത്തത്തിലുണ്ട്. ഇതെൻ്റെ ശരിക്കും സ്കിന്നാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ദൂരത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല. അത് വലിയ കുരുവല്ല, വലിയ ആക്നേസ് അല്ല, പിന്നെ ഭയങ്കര റൂട്ടുള്ള ആക്നെ അങ്ങനത്തെ ഒന്നും സംഭവമല്ല. ഇതിൽ എല്ലാം ഉണ്ട്. എന്താ പറയുക, കുഞ്ഞു ബംസ് ഉണ്ട്, വൈറ്റ് കളർ കുരു ഉണ്ടാവും. പിന്നെ അത് പോയി കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മാർക്ക് അവിടെ തന്നെ ആവുന്നു. എനിക്ക് സ്കിന്നിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ചെറിയ സംഭവം ഇത് ചെറുതല്ല, ഇത് ഫുള്ളുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച എന്തോ അലർജി പോലെ, കടൽ വെള്ളത്തിൽ കുളിച്ചിട്ട് എന്തോ അലർജി പോലെ എന്തെങ്കിലും ആയതാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു പോവും എന്ന് വിചാരിച്ചേ. ആദ്യം ഈ സ്ഥലത്തു നിന്ന് 2-3 എണ്ണം ആടെ ബാക്കിയായി. പിന്നെ അതിങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഫേസ് ഫുള്ളായിട്ട് കുഞ്ഞ് ചൂടുകുരു പോലത്തെ കുരു ഉണ്ടായിരുന്നു. അത് 1-2 ദിവസം കൊണ്ട് ഫുള്ളായിട്ടുള്ള പോയി. പിന്നെ ഈ ഈടുന്ന് തൊട്ട് ഇങ്ങനെ 2-3 ഇങ്ങനെ കുഞ്ഞു ബംസ് ഇങ്ങനെ വരാൻ തുടങ്ങി. ഇപ്പോൾ സ്പ്രെഡായിട്ട് ഈ ഏരിയ മൊത്തം ഉണ്ട്. ഇങ്ങനെ തൊട്ട് ഇങ്ങനെ ഇത് ഫുള്ളായിട്ടുണ്ട്. ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ? അപ്പോൾ അതാണ് സംഭവം. എന്നിട്ട് ഞാൻ വിചാരിച്ച ആദ്യം പോവും, 2-3 എണ്ണം വന്ന് പോവും. പിന്നെ ഞാനിങ്ങനെ പോകുമെന്ന് കാത്ത് നിന്ന് ലാസ്റ്റ് ഞാനൊരു സെറ്റാഫിൽ എന്ന് പറഞ്ഞ മോയ്സ്ചറൈസർ മാത്രം, ഞാൻ എപ്പോഴും മോയ്സ്ചറൈസറാണ് യൂസ് ആക്കൽ. സൺസ്ക്രീൻ എപ്പോഴെങ്കിലും, ഞാൻ ഒമാനിലായതുകൊണ്ട് പകൽ പുറത്തു പോകില്ല. പിന്നെ പകൽ ഉള്ളിൽ സൺസ്ക്രീൻ യൂസ് ആക്കണം എന്ന് പറയും. പിന്നെ ഉള്ളിൽ ഞാൻ എന്തായാലും യൂസ് ആക്കലില്ല, എപ്പോഴെങ്കിലും പുറത്തു പോകുമ്പോൾ മാത്രമേ യൂസ് ആക്കലുള്ളൂ. ഞാൻ മോയ്സ്ചറൈസറെ സ്ഥിരമായിട്ട് യൂസ് ആക്കലുള്ളൂ സെറ്റാഫിലിൻ്റെ. ഞാൻ അതിപ്പോൾ ലാസ്റ്റ് ഇതിങ്ങനെ തുടങ്ങിയ തൊട്ടിട്ട് 4 മാസമായിട്ട് അതും യൂസ് ആക്കലില്ല. എന്നിട്ടും പോകുന്നില്ല. നാട്ടിൽ വന്ന് നോക്കുമ്പോൾ എനിക്ക് കൂടുതലായ പോലെ തോന്നുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ച് ഒന്ന് കാണിച്ചു നോക്കാമെന്ന് ഡോക്ടറെ. എൻ്റെ സ്കിന്ന് ഈടെയെല്ലാം ഇപ്പം നല്ല സോഫ്റ്റാണ്, അങ്ങനത്തെ തന്നെയും മൊത്തം. ഇപ്പം ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇല്ലേ, മറ്റേ കുഞ്ഞു തരി ഇപ്പം മണലെല്ലാം തൊടൂലേ, അതേപോലത്തെ അവസ്ഥയിൽ പോയി. അപ്പം ഞാനില്ലേ, നമ്മളെന്തും ജെമിനൈ അല്ലെങ്കിൽ ChatGPT ചോദിച്ചു നോക്കുമല്ലോ, അങ്ങനെ ചോദിച്ചു നോക്കിയാലും കണ്ട് സാലിസിലിക് ആസിഡ് യൂസ് ആക്കിയാൽ ഇത് പോകുന്നു. ഞാൻ കറക്റ്റ് ഈ ഇമേജ് ജെമിനൈയിൽ ആഡ് ചെയ്തിട്ട് ഞാൻ സെർച്ച് ചെയ്ത് തരയില്ലേ, ഞാൻ സെർച്ച് ചെയ്ത് തരാൻ വന്ന റിസൾട്ടിൽ ദ സ്കിൻ ഷോസ് എ ക്ലസ്റ്റർ ഓഫ് സ്മോൾ ഫ്ലഷ് കളേർഡ് ഓർ സ്ലൈറ്റ്ലി വൈറ്റിഷ് ബംസ് സ്പ്രെഡ് അക്രോസ് ദ ചീക്ക് ആൻഡ് ജോലൈൻ. ദീസ് ലുക്ക് കോമഡോണൽ ആക്നെ. അങ്ങനെയാണുള്ളത്. കറക്റ്റാണ്, ഇത് കോമഡോണൽ ആക്നെ തന്നെയാണ്. നമ്മൾ വൈറ്റ് കോമഡോൺസ് ആണ് നമുക്ക് കൂടുതലുള്ളത്. വൈറ്റ് കോമഡോൺസ് മീൻസ് വൈറ്റ് ഹെഡ്സ്. ബ്ലാക്ക് കോമഡോൺസും ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സും ഉണ്ട്, വൈറ്റ് ഹെഡ്സും ഉണ്ട്. പിന്നെ ഒരു ഇൻഫ്ലെയിംഡ് പോലെ ഉണ്ട്, ബംസ് ഉണ്ട്, റെഡ് ബംസ് ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള സംഭവം. ഇവർ ഇതിൽ കണ്ട സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള എന്തും സെറം അല്ലെങ്കിൽ ഫേസ് വാഷ് എല്ലാം യൂസ് ചെയ്താൽ ഇത് കൺട്രോൾ ആവുമെന്ന് കണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഓക്കെ സാലിസിലിക് ആസിഡ് വാങ്ങി നോക്കാം. അങ്ങനെ ഞാൻ സജഷൻ ചോദിച്ചു തരാം, മിനിമലിസ്റ്റ്, കോസാറാക്സിൻ്റെ, ഓർഡിനറിൻ്റെ, അങ്ങനെയെല്ലാം ഈ 3 ബ്രാൻഡിൻ്റെ സാലിസിലിക് ആസിഡാണ് സജസ്റ്റ് ചെയ്തത്. ഫേസ് വാഷും സെറവും യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് കൊണ്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇങ്ങനെ ഉള്ള ബംസും കോമഡോൺ ഈ വൈറ്റ് ഹെഡ്സ് എല്ലാം വരാനുള്ള റീസണില്ലേ, നമ്മൾ സെബം പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ടാണ് എന്നാണ് ജെമിനയിൽ കാണുന്നത്. സെബം മീൻസ് നമ്മളെ ഫേസിൻ്റെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതൽ, ഫേസ് നിന്ന് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഓയിലിനാണ് സെബം എന്ന് പറയുക. അപ്പോൾ സെബം പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ടാണ് എന്ന് ഞാൻ കണ്ടത്.
പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ലോങ്ങിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ വെറുതെ എന്തെങ്കിലും സെറം വാങ്ങി തേച്ചിട്ട് ഉള്ളതും കൂടി വലിയ വലിയ ആക്നെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഡോക്ടറെ കണ്ടിട്ട് നോക്കാമെന്ന്. ഞാൻ പോയി കാണിച്ചിട്ട് വന്നിട്ട് ഡോക്ടർ എന്നാ തരുന്നേ നോക്കാം, എന്നാ ഡോക്ടർ പറയുന്നതെന്ന് നോക്കാം കേട്ടോ. ഞാനില്ലേ മട്ടന്നൂർ HNC ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജിസ്റ്റിനെയാണ് കാണിച്ചത്. ഇവിടെ ഒരു ഡെർമറ്റോളജിസ്റ്റേ ഉള്ളൂ. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ടോക്കൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മൾ മട്ടന്നൂർ മാളിൻ്റെ താഴെ പാർക്കിങ്ങിൽ വെച്ചിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് മട്ടന്നൂർ വണ്ടി എടുത്ത് വരാൻ ഭയങ്കര പേടിയാണ്, പാർക്കിങ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ദൂരെ വെച്ചിട്ട് നമ്മൾ നടക്കും. പിന്നെ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ചായൻ്റെ കടിയെല്ലാം വാങ്ങിയിട്ട്, കുറേ കടികൾ വെച്ച ഷോപ്പ് കാണുമ്പോൾ നമുക്ക് വാങ്ങണമെന്ന് തോന്നൂലേ, ദൂരത്തുനിന്ന് കാണുമ്പോൾ എല്ലാം ഭയങ്കര രസമായിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാം കുറച്ച് കുറച്ച് വാങ്ങിയിട്ട് നേരെ തിരിച്ചു പോകലാം. ഞാൻ ഉമ്മാനെ കുറേ നടത്തിച്ച്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാൻ അറിയായിരിക്കും. എനിക്ക് അങ്ങനെ പാർക്ക് ചെയ്യാൻ അറിയില്ല. ക്ലിഫ് ഫേസ് നല്ല ക്ലൈഫേസ് ആയിപ്പോയ. പിന്നെ സെബോളിക്, ഏതാ ബ്രാൻഡ്? മൂന്ന് ബ്രാൻഡാ. കുഞ്ഞ് കുറച്ച് സൗണ്ട് ഓർക്കണേ. ബെൻസോയിൽ പെറോക്സൈഡ് ജെല്ലൈറ്റ്, ഇതെല്ലോ പേരാ. ഓക്കെ, അപ്പോൾ എനിക്ക് തന്നയില്ലേ ഈ 3 സംഭവങ്ങളാണ്. സെറം, പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ ഫേസ് വാഷ് ജെല്ല്. ഈ സെറം ഇല്ലേ സാലിസിലിക് ആസിഡിൻ്റെ സെറാണ് കേട്ടോ. ജെമിനൈ അനലൈസ് ചെയ്ത പോലെ തന്നെ കൊമഡോണൽ ആക്നെ മീൻസ് വൈറ്റ് ഹെഡ്സ് ഓർ ബ്ലാക്ക് ഹെഡ്സ്, പിന്നെ സെബം പ്രൊഡക്ഷൻ, മുഖത്തെ ഓയിൽ പ്രൊഡക്ഷൻ എല്ലാം കൂടുതലുണ്ടെങ്കിൽ യൂസ് ആക്കേണ്ട സെറാണ് സാലിസിലിക് ആസിഡ്. പക്ഷേങ്കിൽ ഞാൻ യൂസ് ആക്കിയിട്ട് ഇൻഷാല്ല ഒരു മാസം യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ട് പറയാം കേട്ടോ. ഇതിപ്പോൾ 3 ഉണ്ട്. ഫേസ് വാഷ് ജെല്ലുണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്, സെറം ഉണ്ട്. ഇത് 3ഉം യൂസ് ആക്കിയിട്ട് ഇൻഷാല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ പോലത്തെ ഈ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഫേസിൽ ഒരു മാസം കഴിഞ്ഞ് എന്നോട് ചോദിക്കണേ. ചിലപ്പോൾ ഞാൻ മറന്നുപോയാലോ, എന്തായി, മാറ്റം ഉണ്ടോ, സ്കിന്ന് ക്ലിയർ ആയിനോ എന്ന് ചോദിക്കണേ. ഞാൻ അന്നേരം അതിൻ്റെ റിസൾട്ട് പറയാം. ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ പോകുന്നത്. എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ലേനു. ഇനിയിപ്പോൾ പഠിച്ചവനക്കറിയാം. ഇതാണ് സെറം. ഇത് ഈവനിങ് യൂസ് ആക്കാനാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ നമ്മളിപ്പോൾ ജെമിനൈയിൽ കണ്ട് സെയിം തന്നെയാണ് ജെമിനൈ സജസ്റ്റ് ചെയ്തത്. പക്ഷെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലില്ലേ നമുക്ക് നമ്മൾ മുന്നേ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ എന്നെല്ലാം നോക്കി കണ്ടിട്ടാണ് അവർ തരാം. പിന്നെ നമുക്ക് ഡോക്ടറെ കാണുമ്പോൾ ഒരു ആശ്വാസമല്ലേ. നമുക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ നെറ്റിലെല്ലാം കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാനല്ലോ. അതുകൊണ്ടാണ് ഞാൻ പോയത്. പിന്നെ ഒരിക്കലും ഇത് ഡെയിലി യൂസ് ആക്കരുത്. ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഇത് യൂസ് ആക്കാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ എന്തും പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഡെയിലി യൂസ് ആക്കരുത്. ഇത് മോയ്സ്ചറൈസറാണ്. ഇത് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. അപ്പോൾ എൻ്റെ ശരിക്കും ഓയിലി സ്കിന്നായിരിക്കും ചിലപ്പോൾ, അതാണ് എനിക്ക് ഇങ്ങനെ വരുന്നത്. ഞാൻ വിചാരിച്ചിന് കോമ്പിനേഷൻ സ്കിന്നാണ്. പക്ഷെ ചില സമയത്ത് എൻ്റെ സ്കിന്ന് ചിലപ്പോൾ ഡ്രൈ ആവും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ല ഓയിലിയാണ്. നാട്ടിൽ വന്നാൽ നല്ല ഓയിലി സ്കിന്നാവും. അതാണ് എനിക്ക് നാട്ടിൽ വന്നിട്ട് ഇതിപ്പോൾ കൂടിയ പോലെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് ഫേസ് വാഷ് ജെല്ല്. ഇത് ജെൽ ഫേസ് വാഷ്. ശരിക്കും നമ്മൾ ഒരിക്കലും ഫോം ഫേസ് വാഷ് യൂസ് ആക്കരുതെന്ന് പറയും. ഇത് ജെൽ ഫേസ് വാഷാണ്. അപ്പോൾ ഇത് 3ആണ് തന്നെ. പിന്നെ ഒരു ടാബ്ലറ്റും ഉണ്ട്. ഇത് രാത്രി എടുക്കാനുള്ള. ഇത് എന്ത് ടാബ്ലറ്റാണ്? ലാക്റ്റിക് ആസിഡ്. നോക്കാം, യൂസ് ആക്കിയിട്ട് ഞാനൊരു മാസം കഴിഞ്ഞിട്ട് ഇൻഷാല്ല റിവ്യൂ പറയണ്ട.